ഇതാണ് സാധാരണ ഹൈ സ്പീഡ് മെഷീൻ. ഡബിൾ മെഷീൻ എന്നും പറയും, അംബർല മെഷീൻ എന്നും പറയും. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഈ മെഷീനാണ്. ഈ മെഷീൻ്റെ ബാലൻസ് വീൽ ഇതാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് റെഗുലേറ്റർ ഇതാണ് റൗണ്ടിലുള്ളത്. ആ ലിവർ റിവേഴ്സ് ഗിയറാണ് നമ്മൾ സ്റ്റിച്ച് കെട്ടിടാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്പൂൾ പിന്ന് എന്ന് പറയുന്നത് നമ്മൾ നൂലിടാനുള്ള ഭാഗം ഇതാണ് കേട്ടോ. പിന്നെ ടെൻഷൻ സ്പ്രിങ് സിറ്റ് ഈ ഭാഗത്താണായിട്ടുണ്ടാവുക. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ മെഷീനിൽ നിന്നുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. ഇതുകൊണ്ട് മോട്ടോർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ്. ഇനി ഇത് ഫാഷൻ മേക്കർ പോർട്ടബിൾ മെഷീൻ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റിച്ചുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പോർട്ടബിളായിട്ട് എവിടെയും എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പലതരത്തിലുള്ള സ്റ്റിച്ചുകൾ അഡ്ജസ്റ്റ് ചെയ്യണ റെഗുലേറ്റർ കേട്ടോ. ഏകദേശം 23 സ്റ്റിച്ചാണ് ഇതിനകത്തുള്ളത്. ഇത് 51 100ൻ്റെ മേലൊക്കെ സ്റ്റിച്ചുകളുള്ള ഫാഷൻ മേക്കറുകളുണ്ട് കേട്ടോ, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് വീൽ എന്ന് പറയുന്നത് ഈ ചെറുതാണ് കേട്ടോ. ഇതിൻ്റെ ഈ ബോക്സ് പോലെയുള്ള ഈ ഭാഗം ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്താണ് ഇതിൻ്റെ ഷട്ടിൽ ഹുക്ക്, കേസ്, ബോബിനൊക്കെ ഉള്ളത്. കേസും ബോബിനും ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഷട്ടിൽ ഹുക്ക് ഉള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യണതൊക്കെ ഉള്ളത്. ഇതിൻ്റെ ബോബിൻ വൈൻഡറാണിത്. അവിടെ നമ്മൾ ബോബിൻ വൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് പവർ മെഷീൻ. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പവർ മെഷീൻ. ഇത് പല കമ്പനികളുടേതും ഉണ്ട്. ഇത് ഉഷയുടെ S2 എന്ന് പറയുന്ന പവർ മെഷീനാണ്. ഇത് നമുക്കിവിടെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 500 മുതൽ 3700 വരെയുള്ള സ്പീഡുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ആ സ്ക്രീനിൽ ബട്ടൺ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാലൻസ് വീൽ ഇതാണ്. ഇതിൻ്റെ സ്റ്റിച്ച് റെഗുലേറ്റർ ഇതാണ് ഈ റൗണ്ടിൽ കാണുന്നത്. സ്റ്റിച്ച് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ, നമുക്ക് സ്റ്റിച്ച് കെട്ടിടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ മെഷീനിൽ പറഞ്ഞാൽ ഫീച്ചേഴ്സ് കൂടുതലാണ് കേട്ടോ സാധാരണ മെഷീനിനേക്കാളും. ഇതാണ് ഇതിൻ്റെ സ്പൂൾ പിന്നെ നൂലിടുന്ന ഭാഗം. ഇത് ആണ് ഇതിൻ്റെ ബോബിൻ വൈൻഡർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോബിൻ വൈൻഡറിലൊക്കെ നമ്മൾ ബോബിനിട്ടിട്ട് നൂല് ചുറ്റുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ നൂല് നിറയുന്ന സമയത്ത് അത് കട്ട് ഓഫ് ആവും എന്നുള്ളതാണ്. ഇത് കണ്ടോ, ഇതുപോലെയാണ് ബോബിൻ വൈൻഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ ടെൻഷൻ സ്പ്രിങ് സെറ്റ് ഇത് കണ്ടോ ഫ്രണ്ടിലാണ്. ഇതൊക്കെ ഉപയോഗിക്കാനും നല്ല സ്മൂത്താണ്. ഇതാണ് അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. നമുക്ക് സൂചി താഴെ പോയിട്ടുണ്ടെങ്കിൽ സൂചി ഒന്ന് മേലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇതേപോലെ LED ലൈറ്റ് ഉണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ മെഷീന് നമ്മളൊന്ന് പൊക്കി നോക്കാം. ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ ഓയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ വാഹനങ്ങളിലൊക്കെ ഓയിൽ ചെയ്യണ പോലെ ഈ മെഷീനിലും ഓയിൽ ചെയ്യണം. നമ്മളൊരു 2, 3, 4 മാസം കൂടുമ്പോൾ ഈ ഓയിൽ മാറ്റുക. ഓയിൽ നിറം മാറുമ്പോൾ ഇതിൻ്റെ ഫിൽറ്ററാണ് ഈ മുകളിൽ കണ്ടത്. ഈ നൂലുകളൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഇതുവഴിയൊക്കെ ഇത് പമ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തും. ഇതാണ് ഇതിൻ്റെ ഷട്ടിൽ ഹുക്ക്. എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഓയിൽ പമ്പ് ചെയ്തിട്ട് എത്തും എന്നുള്ളത്.